ഭദ്രേ തവ ഹിതമായതു ചെയ്കിലും ഉണ്ടോ എത്രയും ഏറ്റമുപദ്രവമോമലേ. ബന്ധുക്കളെ ചെന്നു കാണേണമെന്നു നിന്നന്തർമനസ്സി ഭവിച്ച വിചിന്തിതം. പണ്ടേ പരക്കെ എല്ലാവർക്കുമുള്ളോന്നതിനുണ്ടാക വേണം അവർക്കുമങ്ങാഗ്രഹം. ബന്ധമുണ്ടല്ലാകിലും ചൊല്ലുവാനതി ബന്ധുത്വമായതു എന്നുള്ളതു നിർണയം. ബന്ധുത്വമായതു വാത്സല്യലക്ഷണം. ബന്ധമില്ലാതെ വൈരാംഗമരിത്യവും. ബന്ധുക്കൾ തമ്മിൽ വാത്സല്യമില്ലെങ്കിലോ ബന്ധുക്കളല്ല അവരെന്നും അറിക നീ. ബന്ധുവാത്സല്യമാപേക്ഷനു നമ്മിലിൽ അന്ധത്വമത്രേ നമുക്ക് തോന്നുന്നതു. ബന്ധുത്വമുണ്ടു ശത്രുത്വത്തിലും നല്ല ബന്ധു ശത്രുക്കളാകുന്നതും. ബന്ധുത്വമോർത്തങ്ങു നാൾ ചെന്ന് അകപ്പെട്ടാൽ ബന്ധുത്വമാചരിച്ചിടുകയില്ലടോ. ബന്ധിച്ചു ധിക്കരിച്ചിടുകയും ചെയ്യും. ബന്ധമില്ലപ്പോൾ അവിടെ നിന്നിടുവാൻ സന്ദേഹിച്ചിങ്ങു തിരിഞ്ഞു പോരുന്നതും സന്താപകാരണമായി വരും. വല്ലഭേ ചിന്തിക്കാം വല്ലാതെ ദിഗ്ഹൃതിയിങ്കൽ മറ്റന്തർമനസ്സി മുഴുക്കും അമർഷവും. ഏറ്റമർഷം മുഴുത്തു വരുമ്പൊഴുതേറ്റുപോം ബന്ധുത്വവും മറന്ന് അഞ്ജസ. ചീറ്റം തിരണ്ടുടനേറ്റു നിൽക്കുന്നവർ തോറ്റേടരുതെന്നൊരുമ്പെടുമേ വരും. അപ്പോൾ അവിടെ ബന്ധുക്കളായുള്ളവർ ശില്പമാക്കിയിടുവാനുള്ളവർ അല്ലടോ. ദക്ഷനറിയാതിരിക്കയില്ലങ്ങവയൊക്കെ നിരൂപിച്ചുപേക്ഷിച്ചു നമ്മയും മുൽപ്പാടുവന്ന് വാത്സല്യമങ്ങേറിയോരൽപേതരാത്മയ നീ. അതോ നിർണയം. ഇപ്പോൾ ഇവിടെ എന്നോടൊരുമിക്കയാല പ്രേമമങ്ങനെയും കുറഞ്ഞുതുലും. മുഗ്ധേ മുഹുരു ഇവയൊക്കെ നിരൂപിച്ചു നിൽക്കേണം. അങ്ങ് പോയാൽ ഗുണമായി വരാ തപ്പില്ല. അതിന്നു നീതാം തന്നെ ചെൽകിലും മൽപ്രിയയും അനാദൃതയായേ വരൂ. അപ്പോൾ അതും ദുഃഖകാരണമായി വരും. ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇന്നിനെ ഞാൻ പറയുന്നതു കേട്ടിങ്ങ് അടങ്ങുക. തേൻ ചോരുമാനന്ദവാണി ഗുണാലയെ മാതാവിനെയും മഹാജ്യേഷ്ഠമാരെയും ഭ്രാതേന കാൺമതിന്നാശയുണ്ടെങ്കിലോ യാഗം കഴിഞ്ഞു പിരിഞ്ഞു പോം മുന്നമേ വേഗേന ചെന്നു കാണാം കഥാചിൽ പ്രിയേ. ഏവമരുൾ ചെയ്തുടൻ സമാധിസ്ഥനായ ദേവദേവൻ ഉറച്ചേ ഇരുന്നീടിനാൻ. ദേവിയും പോകയിൽ ആശമുഴുത്തു നിൽക്കാവതല്ലാഞ്ഞ് ഉളറിപ്പുറപ്പെട്ട് താനേ നടന്നു. അത് കണ്ടു ഭൂതങ്ങളും മനസ്സ് സംഭ്രമം പൂണ്ടു ഉടറി ദ്രുതം കൂടെ പുറപ്പെട്ടു ചെന്നു. ചുഴന്നുകൂടിയിടുന്നവർ വൃഷഭേന്ദ്രോപരി മുതാഭീതി ഒഴിച്ചു വച്ച് ആശു വളർന്ന സാമ്പ്രീതിയോടെ ബഹുമേള സമന്വിതം
ചെന്നങ്ങോ ദക്ഷപ്രയാപതി തന്നെ സന്നിധിയെങ്കലെടുത്തോരു ദേവിയെ കണ്ട് ബഹുമാനം ഉൾക്കൊണ്ടവരവർ കൊണ്ടാടി മാനിച്ചു വാഴ്ത്തി നിൽക്കും വിധം കണ്ടാരുടൻ അങ്ങു ദക്ഷാനുചാരികൾ പണ്ടവർക്ക് ഉള്ളിൽ മഹേശ്വരനിൽ ചേർന്നടും വൈരം നിമിത്തമായപ്പോൾ മഹേശ്വരി ഗൗരിയിലും വളർന്നുള്ള വൈരത്തിനാൽ പാക്ഷണം കേജിൽ തുടങ്ങിനാൻ ഈശ്വരദൂഷണാദ്യങ്ങൾ തൊട്ട് ഓരോ വിധങ്ങളാൽ യോഷിൽ പ്രഭരയും തൻ മനോനായക ദീക്ഷികൾ തമ്മുടെ വൈരാനുബന്ധങ്ങൾ ചേരാതെ ഓരോന്ന് അനേകവിധം കേട്ടു ഓരോന്നു കണ്ടുമാകന്ത പോയി ചെന്നുടൻ നിജ ജനകനികളമുപഗമ്യ മിമ്മിടിനാം നീരത ശ്യാമള കോമളരൂപിണി